മക്കളെ, കാമ്യകവനത്തിൽ താമസിച്ചിരുന്ന പാണ്ഡവർ ഒരു ദിവസം ആശ്രമത്തിൽ ഇല്ലായിരുന്നപ്പോൾ സൈന്ധവ രാജ്യത്തെ രാജാവിൻ്റെ മകനായ ജയദ്രഥൻ ആ വനത്തിലൂടെ ഒരു സൈന്യത്തോടൊപ്പം കടന്നുപോയി. അപ്പോൾ പാണ്ഡവരുടെ ആശ്രമത്തിൽ ഒറ്റയ്ക്കായിരുന്ന പാഞ്ചാലിയെ അയാൾ കാണുകയും തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റു രാജാക്കന്മാരുടെയും സൈന്യത്തിൻ്റെയും ബലത്തിൽ ദ്രൗപദിയെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതറിഞ്ഞ പാണ്ഡവർ ജയദ്രഥനെയും സൈന്യത്തെയും യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് പാഞ്ചാലിയെ വീണ്ടെടുക്കുന്നു. ജയദ്രഥൻ യഥാർത്ഥത്തിൽ പാണ്ഡവരുടെയും കൗരവരുടെയും ഏക സഹോദരിയായ ദുശ്ശളയുടെ ഭർത്താവാണ്. ആ ഒരു കാരണം കൊണ്ടും ദുശ്ശളയുടെയും കൗരവരുടെയും മാതാവായ ഗാന്ധാരിക്ക് ദുഃഖമുണ്ടാകും എന്നും പറഞ്ഞ് ജയദ്രഥനെ ശിക്ഷിക്കാനൊരുങ്ങിയ ഭീമസേനനെ യുധിഷ്ഠിരൻ പിന്തിരിപ്പിച്ചു. പിന്നീട് അദ്ദേഹം ദ്രൗപദിയെയും കൂട്ടി കാമ്യകവനത്തിലേക്ക് മടങ്ങിപ്പോയി. യുധിഷ്ഠിരനും ദ്രൗപദിയും ആശ്രമത്തിൽ മടങ്ങിയെത്തുമ്പോൾ കണ്ടത് അവിടെ ദുഃഖിതനായിരിക്കുന്ന മാർക്കണ്ഡേയ മഹർഷിയെ ആയിരുന്നു. ദ്രൗപദിയോടൊപ്പം മടങ്ങി വന്ന യുധിഷ്ഠിരനെയും ധൗമ്യമുനിയെയും കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഈ സമയത്ത് പാണ്ഡവരെ ഭയന്ന് വനത്തിലൂടെ രക്ഷപ്പെട്ട ജയദ്രഥനെ ഉപദ്രവിക്കേണ്ട, ഒന്നുകൂടി ഭയപ്പെടുത്തി വിടണം എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഭീമനും അർജുനനും ജയദ്രഥനെ പിന്തുടർന്നു. കുറച്ച് അകലെ വെച്ച് തന്നെ ജയദ്രഥനെ അവർ കണ്ടു. ഭീമൻ വേഗം ചെന്ന് അയാളെ മുടിക്ക് കുത്തിപ്പിടിച്ച് നിലത്തേക്ക് വലിച്ചിട്ടു. അവിടെ നിന്ന് എടുത്തുയർത്തി നിലത്തടിച്ചു. കാൽമുട്ടുകൊണ്ട് അയാളുടെ നെഞ്ചിൽ അമർത്തിപ്പിടിച്ച് മർദ്ദിക്കുവാൻ തുടങ്ങി. കുറേ ആയപ്പോൾ അർജുനൻ തടഞ്ഞു. ജ്യേഷ്ഠ, അരുത്. മഹാരാജാവിൻ്റെ ആജ്ഞ ദുശ്ശളയെയും ഗാന്ധാരി മാതാവിനെയും ഓർത്ത് ഇവനെ വധിക്കരുതെന്നാണ്. അപ്പോൾ ഭീമൻ മർദ്ദനം നിർത്തി. 105 കുരുവംശ സഹോദരന്മാർക്കുള്ള ഒരേ ഒരു സഹോദരിയാണ് ദുശ്ശള. അവൾ വിധവയാകാൻ പാടില്ല. ഗാന്ധാരി മാതാവിനായിരിക്കും അതിൻ്റെ ദുഃഖം ഉണ്ടാകുക. ജയദ്രഥൻ്റെ മേലുള്ള ഭീമൻ്റെ പിടി അയഞ്ഞു. ഒന്ന് അപമാനിക്കുകയെങ്കിലും വേണം എന്ന് കരുതി ഭീമൻ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ഒരമ്പ് കൊണ്ട് ജയദ്രഥൻ്റെ മുടി മുറിച്ചു കളയുവാൻ തുടങ്ങി. 5 ഇഴകൾ മാത്രം നിർത്തി ബാക്കി മുടിയെല്ലാം മുറിച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു, എടാ വിഡ്ഢി, നീ ഇനി രാജസഭകളിലെത്തുമ്പോൾ ഒരു സേവകൻ മാത്രമാണെന്നേ പറയാവൂ. അതിന് സമ്മതമാണെങ്കിൽ നിന്നെ ഇപ്പോൾ തന്നെ വിട്ടയക്കാം. ജീവരക്ഷ ഓർത്ത് ജയദ്രഥൻ എല്ലാം സമ്മതിച്ചു. ശരീരമാകെ പൊടിപുരണ്ട് അർദ്ധപ്രാണനായി തീർന്ന അയാൾ എഴുന്നേക്കാൻ ശ്രമിച്ചു. ഇത് കണ്ട് ഭീമൻ അയാളെ പിടിച്ചുകെട്ടി തേരിലെടുത്തിട്ട് ആശ്രമത്തിലേക്ക് ഓടിച്ചുപോയി. അവിടെ എത്തി ജയദ്രഥനെ യുധിഷ്ഠിരൻ്റെ മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തി. ജ്യേഷ്ഠ, ഇതാ ജയദ്രഥൻ. എന്നിട്ട് ദ്രൗപദിയോടായി ഭീമൻ പറഞ്ഞു, ഇവൻ ഇനി മുതൽ പാണ്ഡവരുടെ അടിമയായിരിക്കും. അപ്പോൾ ദ്രൗപദി പറഞ്ഞു, അങ്ങ് അയാളുടെ മുടി മുണ്ഡനം ചെയ്ത് വികൃതമാക്കി. ഇതിലേറെ അയാളെ അപമാനിക്കേണ്ട. രാജാവിൻ്റെ ദാസ്യം അയാൾ അംഗീകരിക്കുകയും ചെയ്തു. ഇനി വിട്ടേക്കൂ. മോചിതനായ ജയദ്രഥൻ ഭയത്തോടെ യുധിഷ്ഠിരനെയും അവിടെ ഉണ്ടായിരുന്ന മഹർഷിമാരെയും നമസ്കരിച്ചു. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ജയദ്രഥ, എൻ്റെ സഹോദരിയായ ദുശ്ശളയുടെയും ഗാന്ധാരി മാതാവിൻ്റെയും ദുഃഖം മനസ്സിലാക്കുന്നതുകൊണ്ട് നിന്നെ ഞങ്ങൾ വെറുതെ വിടുന്നു. പരസ്ത്രീയെ മോഹിച്ച നിൻ്റെ മനസ്സ് നീചമാണ്. നിൻ്റെ സഹചാരികളും നീചന്മാർ തന്നെ. എങ്കിലും നിൻ്റെ ദാസ്യത്വത്തിൽ നിന്ന് നിന്നെ ഞങ്ങൾ മോചിപ്പിച്ചിരിക്കുന്നു. മേലിൽ ഇമാതിരി പ്രവർത്തികൾ ചെയ്യരുത്. പോകുമ്പോൾ നിൻ്റെ സൈന്യത്തെയും കൂട്ടിക്കൊള്ളൂ. അവരെയും ഞങ്ങൾ മോചിപ്പിച്ചിരിക്കുന്നു. പരാജിതനും ലജ്ജിതനുമായി ജയദ്രഥൻ കാമ്യകവനത്തിൽ നിന്ന് പോയി. എന്നാൽ അയാൾ സ്വന്തം കൊട്ടാരത്തിലേക്കല്ല പോയത്. ഹിമാലയ സാനുക്കളിൽ വസിച്ച് ശ്രീപരമേശ്വരനെ തപസ് ചെയ്തു. വളരെ നാൾ നീണ്ടുനിന്ന തപസ്സിനൊടുവിൽ ശ്രീപരമേശ്വരൻ ജയദ്രഥൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് തപസ്സിൻ്റെ കാരണമെന്ന് ശിവൻ ചോദിച്ചപ്പോൾ ജയദ്രഥൻ പാണ്ഡവരെ ഒന്നാകെ വധിക്കുവാനുള്ള വരമാണ് ചോദിച്ചത്. പരമശിവൻ പറഞ്ഞു, നിനക്കൊരിക്കലും അതിന് സാധിക്കില്ല.
വേണമെങ്കിൽ പാണ്ഡവരുമായി നിനക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ ഒരു ദിവസം നിനക്ക് അവരെ തടഞ്ഞു നിർത്താൻ കഴിയും. പാണ്ഡവരിലെ അർജുനൻ നരൻ്റെ ജന്മമാണ്. ദേവന്മാർക്ക് പോലും അജയ്യനാണ് പാർത്ഥൻ. നാരായണൻ സാക്ഷാൽ വിഷ്ണുവും. നരനാരായണന്മാരായ വിഷ്ണുവും അർജുനനും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ബദരികാശ്രമത്തിൽ നാരായണൻ്റെ ഒപ്പം നരൻ തപസ് ചെയ്തിട്ടുണ്ട്. വിഷ്ണു നീലശ്യാമള വർണ്ണനായി പീതാംബരധാരിയായി യദുവംശത്തിൽ ശ്രീകൃഷ്ണനാമധാരിയായി ജനിച്ചിട്ടുണ്ട്. കൃഷ്ണനിൽ ശ്രീവത്സമടക്കമുള്ള വിഷ്ണു ചിഹ്നങ്ങളെല്ലാം കാണുവാൻ കഴിയും. പാർത്ഥനെ തോൽപ്പിക്കുവാൻ എവിടെയും ആരും ജനിച്ചിട്ടില്ല. ദിവ്യമായ പാശുപതാസ്ത്രം അർജുനന് ഞാൻ നൽകിയത് അയാളത് അർഹിക്കുന്നത് കൊണ്ട് തന്നെയാണ്. പാണ്ഡവരിൽ ഒരാളെ പോലും സ്പർശിക്കുവാൻ നിനക്ക് കഴിയില്ല. അനന്തരം പരമശിവൻ അന്തർധാനം ചെയ്തു. തൻ്റെ മോഹങ്ങൾ ഒന്നും സാധ്യമാകാതെ ജയദ്രഥൻ മടങ്ങിപ്പോയി. ജയദ്രഥൻ കാമ്യകവനത്തിൽ നിന്നും പോയതിന് ശേഷം യുധിഷ്ഠിരൻ മാർക്കണ്ഡേയ മഹർഷിയെയും ഒപ്പമെത്തിയ മറ്റു മഹർഷിമാരെയും പരിചരിക്കുവാനും സൽക്കരിക്കുവാനും തുടങ്ങി. പാണ്ഡവർക്കുണ്ടായ ആപത്തിൽ മഹർഷിമാർക്കെല്ലാം വലിയ ദുഃഖമുണ്ടായിരുന്നു. എന്നാൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാം കഴിഞ്ഞു പോയതിൽ അവർക്ക് സന്തോഷവും തോന്നി. ആ സമയത്ത് യുധിഷ്ഠിരൻ മാർക്കണ്ഡേയ മഹർഷിയോട് ചോദിച്ചു, മഹർഷിയെ, അങ്ങ് ത്രികാലജ്ഞാനിയും എവിടെയും സഞ്ചരിക്കുന്നവനുമാണ്. അതിനാൽ ചോദിക്കുകയാണ്, ദ്രൗപദി പിറന്നത് അഗ്നിയിൽ നിന്നുമാണ്. ഒരു ഗർഭപാത്രത്തിൽ അവൾ വസിച്ചിട്ടില്ല. ധർമ്മജ്ഞാനമുള്ളവളായ അവൾ ഒരു പാപകർമ്മവും ചെയ്തിട്ടില്ല. പാണ്ഡു മഹാരാജാവിൻ്റെ പുത്രവധു എന്ന കീർത്തിയും അവൾക്കുണ്ട്. എന്നാൽ പാപിയായ ജയദ്രഥൻ അവളെ അപഹരിച്ച് കടത്തിക്കൊണ്ട് പോയി. അത് ഞങ്ങൾക്ക് കാണേണ്ടി വന്നു. ബന്ധുജനങ്ങളിൽ നിന്നും അകന്ന് വനവാസമനുഷ്ഠിച്ച് ഞങ്ങൾ കഷ്ടപ്പെടുന്നു. ഞങ്ങളെപ്പോലെ ദൗർഭാഗ്യവാന്മാരായ ആരെയെങ്കിലും അങ്ങ് കണ്ടിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള ആരെയെങ്കിലും കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടോ? മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു, യുധിഷ്ഠിരാ, നിങ്ങൾ വനവാസം ചെയ്ത് കഷ്ടതകൾ അനുഭവിക്കുന്നു. നിങ്ങളുടെ ഭാര്യയെ ഒരാൾ തട്ടിക്കൊണ്ടുപോയി. എന്നാൽ ചൂതുകളിയിൽ ഏറ്റ പരാജയത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത്. പക്ഷേ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ യാതൊരു കാരണവും കൂടാതെ വനവാസം അനുഭവിക്കുകയും സീതാവിരഹം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. രാവണൻ എന്ന രാക്ഷസ രാജാവ് സീതയെ അപഹരിച്ചു കൊണ്ടുപോവുകയും സുഗ്രീവൻ, ഹനുമാൻ തുടങ്ങിയ വാനരപ്രമുഖരുടെ സഹായത്തോടെ രാവണൻ്റെ പക്കൽ നിന്നും സീതാദേവിയെ മോചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 5 സഹോദരന്മാരുണ്ട്. ശ്രീരാമദേവനോ ലക്ഷ്മണൻ എന്ന ഒരേ ഒരു അനുജൻ്റെ പരിചരണവും സഹായവും കൊണ്ട് മാത്രമാണ് എല്ലാം നേടിയെടുത്തത്. ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, മഹർഷീശ്വര, ശ്രീരാമദേവൻ്റെ കഥ വിശദമായി കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആരാണ് ശ്രീരാമൻ? അദ്ദേഹത്തിൻ്റെ വംശമേതായിരുന്നു? അദ്ദേഹം വനവാസം നടത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തുകൊണ്ടാണ് ഭാര്യാവിരഹം അനുഭവിക്കേണ്ടി വന്നത്? എല്ലാം അറിയുവാൻ ആഗ്രഹമുണ്ട്. മാർക്കണ്ഡേയൻ പറഞ്ഞു, പറയാം, കേട്ടോളൂ. ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച അജൻ എന്ന രാജാവിൻ്റെ പുത്രനായിരുന്നു ദശരഥൻ. അയോധ്യയായിരുന്നു അദ്ദേഹം ഭരിച്ചിരുന്ന രാജ്യം. കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ 3 പേരായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജ്ഞിമാർ. യാഗങ്ങളും യജ്ഞങ്ങളും മുറയ്ക്ക് നടത്തുന്നതിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ വളരെ കാലമായിട്ടും അവർക്ക് സന്താനഭാഗ്യം ഉണ്ടായില്ല. ഒടുവിൽ ഋഷ്യശൃംഗൻ എന്ന മഹർഷിയുടെ നേതൃത്വത്തിൽ ദശരഥൻ ഒരു പുത്രകാമേഷ്ടി യാഗം നടത്തിച്ചു. യാഗത്തിനൊടുവിൽ അഗ്നിദേവൻ നൽകിയ പായസം യോഗാചാര്യനായ ഋഷ്യശൃംഗ മഹർഷി റാണിമാർക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി ദശരഥൻ്റെ കയ്യിൽ നൽകി. കൗസല്യയും കൈകേയിയും പായസം 2ആയി പങ്കിട്ടു. ഇരുവരും തങ്ങൾക്ക് ലഭിച്ച പായസത്തിൻ്റെ ഓരോ ഭാഗം സുമിത്രയ്ക്കും നൽകി. അതിൻ്റെ ഫലമായി കൗസല്യയ്ക്കും കൈകേയിക്കും ഓരോ പുത്രന്മാരും സുമിത്രയ്ക്ക് 2 പുത്രന്മാരും ജനിച്ചു. കൗസല്യാദേവിയുടെ മകനാണ് ശ്രീരാമൻ. കൈകേയിക്ക് ജനിച്ച മകന് ഭരതൻ എന്നായിരുന്നു പേർ. സുമിത്രയുടെ മക്കൾ ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരായിരുന്നു. ദശരഥൻ അവരെ യഥാകാലം വിദ്യകളെല്ലാം അഭ്യസിപ്പിച്ചു. ശ്രീരാമനായിരുന്നു എല്ലാത്തിലും മുൻപൻ. ദുഷ്ടനിഗ്രഹത്തിനായി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവാണ് ശ്രീരാമദേവനായി അവതരിച്ചത്. ലക്ഷ്മണൻ ശ്രീ മഹാവിഷ്ണു പള്ളികൊള്ളുന്ന
അനന്തൻ എന്ന നാഗശ്രേഷ്ഠനും ആണ്. ഭരത ശത്രുഘ്നന്മാർ മഹാവിഷ്ണു വഹിക്കുന്ന ഗദയുടെയും ശംഖിൻ്റെയും അവതാരങ്ങളാണ്. ശ്രീരാമദേവൻ്റെ സഹായികളായി ദേവന്മാരും അപ്സര സ്ത്രീകളും പല രൂപങ്ങളിൽ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടായിരുന്നു. യുവരാജാവായിരുന്ന ശ്രീരാമനെ അയോധ്യയുടെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ ദശരഥ മഹാരാജാവ് തീരുമാനിച്ചു. എല്ലാവരും അതിൽ വളരെയേറെ സന്തോഷിക്കുകയും ചെയ്തിരുന്നു. നാടും നഗരവും അതിനായിട്ട് ഒരുങ്ങി. എല്ലാ സന്നാഹങ്ങളും തയ്യാറായി. അപ്പോഴാണ് കൈകേയിയുടെ അന്തഃപുരദാസിയായ മന്ധര എന്ന സ്ത്രീ രാജ്ഞിയോട് ഏഷണി കൂട്ടിയത്. അവൾ കൈകേയിയോട് പറഞ്ഞു, രാമനെ രാജാവാക്കാൻ തീരുമാനിച്ചു എന്നറിഞ്ഞല്ലോ. രാമൻ രാജാവായി കഴിയുമ്പോൾ കൈകേയിയെയും ഭരതകുമാരനെയും ശ്രീരാമൻ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കും. പിന്നെ മഹാറാണി കൗസല്യയായിത്തീരും. എല്ലാ രാജകീയ സുഖങ്ങളും കൈകേയിക്കും മകനും നഷ്ടപ്പെടും. അതുകൊണ്ട് ഭരതകുമാരനെ രാജാവായി അഭിഷേകം ചെയ്യുകയും രാമനെ 14 വർഷത്തേക്ക് വനവാസത്തിന് അയക്കുകയും വേണം. ഇതെല്ലാം മഹാരാജാവിനെ കൊണ്ട് സമ്മതിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കഷ്ടമായിരിക്കും. മന്ധരയുടെ വാക്കുകൾ വിശ്വസിച്ച കൈകേയി ഈ കാര്യങ്ങളെല്ലാം ദശരഥൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. കൈകേയിയുടെ വാക്കുകൾ കേട്ട് ദശരഥൻ ബോധമറ്റ് നിലംപതിച്ചു. ബോധം വീണ്ടെടുത്തപ്പോൾ ദശരഥൻ എല്ലാ കാര്യങ്ങളും കൈകേയിയെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും കൈകേയിക്ക് ബോധ്യമായില്ല. പണ്ട് ദേവാസുര യുദ്ധകാലത്ത് ദശരഥൻ്റെ രഥത്തിൻ്റെ ആണി ഊരിപ്പോയപ്പോൾ തൻ്റെ വിരൽ കടത്തി രാജാവിനെ സംരക്ഷിക്കുമ്പോൾ അദ്ദേഹം നൽകാമെന്ന് പറഞ്ഞ 2 വാഗ്ദാനങ്ങൾ ഇപ്പോൾ നൽകണമെന്ന് കൈകേയി വാശി പിടിച്ചു. ആ വാഗ്ദാനങ്ങൾ ഒന്ന് ശ്രീരാമനെ വനവാസത്തിനയക്കണമെന്നും രണ്ടാമത് ഭരതനെ രാജാവായി വാഴിക്കണം എന്നും ആയിരുന്നു. ഒടുവിൽ കൈകേയിക്ക് നൽകിയ വാക്കുകൾ രാജാവിന് പാലിക്കേണ്ടി വന്നു. അങ്ങനെ ശ്രീരാമനെ വനവാസത്തിനയക്കുവാൻ തീരുമാനമായി. ഭരതശത്രുഘ്നന്മാർ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ അമ്മാവനും കേകയ രാജ്യത്തെ രാജാവുമായ യുധാജിത്തിനെ കാണുവാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. ശ്രീരാമൻ വനയാത്രയ്ക്കൊരുങ്ങിയപ്പോൾ സീതയും ലക്ഷ്മണനും അദ്ദേഹത്തെ പിന്തുടർന്നു. അതോടെ ദുഃഖത്തിൽ ആണ്ടുപോയ ദശരഥൻ ഏതാനും ദിവസത്തിനുള്ളിൽ മരണപ്പെട്ടു. വിവരമറിഞ്ഞെത്തിയ ഭരതശത്രുഘ്നന്മാർ ശ്രീരാമൻ വനവാസത്തിന് പോയതായി അറിഞ്ഞ് ഞെട്ടി. ഭരതൻ കൈകേയിയെ ശപിച്ചു. ഉടൻ തന്നെ ജ്യേഷ്ഠനെ മടക്കിക്കൊണ്ടുവരുവാൻ ഭരതൻ ശത്രുഘ്നെയും കൂട്ടി വനത്തിലേക്ക് പുറപ്പെട്ടു. മാതാക്കളും പരിവാരങ്ങളും അയോധ്യയിലെ പ്രജകളും അവർക്കൊപ്പം ചെന്നു. പഞ്ചവടിയിലെ ആശ്രമത്തിൽ വെച്ച് ഭരതൻ ശ്രീരാമനെ കണ്ടുമുട്ടി. പിതാവിൻ്റെ മരണവാർത്ത അറിഞ്ഞ് രാമലക്ഷ്മണന്മാരും സീതയും വളരെയേറെ ദുഃഖിച്ചു. രാമൻ്റെ വനവാസ കാര്യത്തിൽ താൻ നിരപരാധിയാണെന്നും എല്ലാം തൻ്റെ മാതാവ് വരുത്തി വെച്ചതാണെന്നും പറഞ്ഞിട്ട് ശ്രീരാമൻ അയോധ്യയിലെത്തി രാജാവാകണമെന്ന് ഭരതൻ നിർബന്ധം പിടിച്ചു. പക്ഷേ 14 വർഷം വനവാസം അനുഷ്ഠിക്കുമെന്ന് പിതാവിന് നൽകിയ വാക്കിൽ നിന്നും പിന്മാറുവാൻ തയ്യാറല്ലെന്ന് ശ്രീരാമൻ ഭരതനെ അറിയിച്ചു. അതുവരെ ലക്ഷ്മണനും സീതയും വനത്തിൽ തന്നെ താമസിക്കുമെന്നും ഭരതനോട് പറഞ്ഞു. ഒടുവിൽ ഭരതൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ശ്രീരാമൻ തൻ്റെ പാദുകങ്ങൾ അഥവാ പാദരക്ഷകൾ ഭരതന് നൽകി. ഭരതൻ അതുമായി അയോധ്യയിലേക്ക് മടങ്ങി. ആ പാദുകങ്ങൾ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് ശ്രീരാമന് വേണ്ടി ഭരതൻ രാജ്യം ഭരിച്ചു. രാമലക്ഷ്മണന്മാരും സീതയും പഞ്ചവടിയിൽ താമസിച്ചു വരവേ ഒരു ദിവസം ലങ്കയിലെ അസുര രാജാവായ രാവണൻ്റെ സഹോദരി ശൂർപ്പണഖ എന്ന രാക്ഷസ സ്ത്രീ പഞ്ചവടിയിലെത്തി. ശ്രീരാമനെ കണ്ടപ്പോൾ അദ്ദേഹത്തെ ഭർത്താവായി കിട്ടണമെന്ന് ശൂർപ്പണഖ ആഗ്രഹിച്ചു. അതിനായി അവൾ ശ്രീരാമനെ സമീപിച്ച് തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ രാമൻ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അവളുടെ നിർബന്ധം സഹിക്കാതെ ആയപ്പോൾ രാമൻ അവളെ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ശൂർപ്പണഖ ലക്ഷ്മണനെ കണ്ട് തൻ്റെ ആവശ്യം അറിയിച്ചു. ലക്ഷ്മണനും അവളെ പിന്തിരിപ്പിക്കുവാൻ തന്നെ ശ്രമിച്ചു. പക്ഷേ അവളുടെ നിർബന്ധം വളരെ കൂടിയപ്പോൾ സഹികെട്ട ലക്ഷ്മണൻ അവളുടെ മൂക്ക്, സ്തനം എന്നിവ മുറിച്ചു കളഞ്ഞിട്ട് ശൂർപ്പണഖയെ പറഞ്ഞു വിട്ടു. ശൂർപ്പണഖ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ലങ്കയിലേക്ക് പോയി. അവളുടെ അവസ്ഥ കണ്ടിട്ട് രാവണൻ കാര്യങ്ങൾ ചോദിച്ചു. നടന്ന വിവരങ്ങളെല്ലാം ശൂർപ്പണഖ വിശദീകരിച്ചു. പിന്നീട് രാമനെക്കുറിച്ചും സീതയെക്കുറിച്ചും പറഞ്ഞു.
സീതയുടെ സൗന്ദര്യത്തെക്കുറിച്ച് രാവണൻ്റെ ഹൃദയത്തിൽ തട്ടുന്ന വിധത്തിലായിരുന്നു ശൂർപ്പണഖ പറഞ്ഞത്. അത് കേട്ടപ്പോൾ സീതയെ സ്വന്തമാക്കണമെന്ന് രാവണന് തോന്നി. അതിനായി രാവണൻ തൻ്റെ അമ്മാവനായ മാരീച മഹർഷിയെ നിർബന്ധിച്ച് ഒരു സ്വർണ്ണമാനിൻ്റെ വേഷത്തിൽ പഞ്ചവടിയിലേക്ക് അയച്ചു. സ്വർണ്ണമാനിനെ കണ്ട് മോഹിച്ച സീത അതിനെ പിടിച്ചു കൊടുക്കുവാൻ ശ്രീരാമനോട് ആവശ്യപ്പെട്ടു. അതിനായി ശ്രീരാമൻ മാനിൻ്റെ പിന്നാലെ പോയി. രാമൻ്റെ അസ്ത്രമേറ്റപ്പോൾ തന്ത്രശാലിയായ മാരീചൻ ശ്രീരാമന് അപകടം സംഭവിച്ചു എന്ന് വരുത്തുവാൻ വേണ്ടി രാമൻ്റെ ശബ്ദത്തിൽ ലക്ഷ്മണനെ വിളിച്ച് കരയുവാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ സീത ലക്ഷ്മണനെ നിർബന്ധിച്ച് രാമനെ അന്വേഷിക്കുവാൻ വേണ്ടി പറഞ്ഞയച്ചു. ലക്ഷ്മണന് സീതയുടെ വാക്കുകളിൽ ദുഃഖം തോന്നിയെങ്കിലും സീതയുടെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ നിന്ന് പോകേണ്ടി വന്നു. ഈ സമയത്ത് ഒരു സന്യാസി ആശ്രമത്തിലെത്തി സീതയെ കണ്ടു. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.